ജൂലൈ 8-ാം തീയതി ഷാർജ അൽനാദയിലെ താമസ സ്ഥലത്ത് 1.5 വയസ്സുള്ള കുഞ്ഞുമായി മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വിഭഞ്ചകയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം നാട്ടിലെത്തി റീപോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നു. ഇതിന്റെ ഔദ്യോഗിക വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വിഭഞ്ചകയുടെ ശരീരത്തിൽ ചതവുകളുടെയും മുറിവുകളുടെയും പാടുകളുണ്ട് എന്നാണ്. സംഭവങ്ങളുടെ തുടരന്വേഷണത്തിനായി ഇന്റർപോളുമായി സഹകരിച്ച് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ച് വിഭഞ്ചകയുടെ ഭർത്താവ് നിതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നുമാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മരണത്തെ തുടർന്നുള്ള ദിവസങ്ങളിൽ വിഭഞ്ചകയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അപ്രത്യക്ഷമായതിൽ അസ്വാഭാവികതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് സഹോദരൻ വിനോദ് പോലീസിനെ ഇക്കാര്യം ധരിപ്പിച്ചിരുന്നു. ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വീണ്ടെടുക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദികളായവരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോകുമെന്നുമാണ് സഹോദരൻ വിനോദ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. കാര്യം UAE-യിൽ ഇപ്പോൾ വലിയ ചൂടൊക്കെ തന്നെയാണെങ്കിലും പല സ്ഥലങ്ങളിലും നേരിയ മഴയുണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകളും താമസിക്കുന്ന ഇടങ്ങളിലല്ല എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായൊരു കാര്യം. UAE-യുടെ ഔദ്യോഗിക കാലാവസ്ഥാ കേന്ദ്രമായ NCM ഇന്ന് ഈ വ്യാഴാഴ്ചയും പല ഭാഗങ്ങളിലും മഴ പെയ്യും എന്ന് തന്നെയുള്ളൊരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അബുദാബിയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ താപനില 31. ദുബായിൽ പ്രതീക്ഷിക്കുന്നത് 42 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയർന്നേക്കാമെന്നാണ്. കുറഞ്ഞ താപനില 32. ഷാർജയിൽ 42 33 എന്നുള്ള നിലയിൽ താപനില പ്രതീക്ഷിക്കുന്നു. ഇതോടൊപ്പം NCM കൂട്ടിച്ചേർത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്ന കുറച്ച് ദിവസങ്ങളിലേക്ക് താപനിലയിൽ ചെറിയൊരു കുറവ് പ്രതീക്ഷിക്കാമെന്നതാണ്. അബുദാബിയിൽ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട എഴുത്തുകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ മൃതദേഹം ഇന്ന് ജന്മനാടായ കണ്ണൂരിലേക്ക് എത്തിക്കും. നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപ് അബുദാബി ബനിയാസ് സെൻട്രൽ മോർച്ചറിയിൽ വൈകുന്നേരം 3:30 ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നുണ്ട്. കണ്ണൂർ താണ സ്വദേശിയായ ഡോക്ടർ ധനലക്ഷ്മിയെ കഴിഞ്ഞ 2 ദിവസം മുൻപാണ് താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ പോലീസ് കണ്ടെത്തിയത്. 2 ദിവസമായി ഫോണിൽ ബന്ധപ്പെട്ട് കിട്ടാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ നൽകിയ പരാതിയിലാണ് സിവിൽ ഡിഫൻസും പോലീസും അന്വേഷിച്ച് താമസ സ്ഥലത്തെത്തിയത്. സാംസ്കാരിക സാമൂഹ്യ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന ഡോക്ടർ ധനലക്ഷ്മിയുടെ വിയോഗത്തിൽ നിരവധി ആളുകളാണ് ഇതിനോടകം അനുശോചനം അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ വിനിമയ നിരക്ക് ഇന്ത്യൻ രൂപ 1 ദർഹത്തിന് 23 രൂപ 44 പൈസ. സ്വർണ്ണവില ഇന്ന് രാവിലെ 22 ക്യാരറ്റിന് 377 ദർഹം 50 ഫിൽസ്, 24 ക്യാരറ്റ് 407 ദർഹം 50 ഫിൽസ്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 ജൂലൈ 24-ാം തീയതി വ്യാഴാഴ്ച.